ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. എറണാകുളം ജില്ലയിലെ സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി NAD മഹിളാലയം റീച്ചിന് ആവശ്യമായ 722 കോടി രൂപ കൂടി അനുവദിക്കാൻ കിഫ്ബി ബോർഡ് യോഗം തീരുമാനിച്ചു. പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള തുകയാണ് അനുവദിക്കാൻ കിഫ്ബി തീരുമാനിച്ചത്. കിഫ്ബി അനുവാദം നൽകിയ പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 619 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിനും 103 കോടി രൂപ റോഡ് നിർമ്മാണത്തിനും ചെലവഴിക്കും. തൃക്കാക്കര നോർത്ത്, ചൂർണിക്കര, ആലുവ ഈസ്റ്റ്, ആലുവ വെസ്റ്റ് വില്ലേജുകളിലായാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി 4 വരിയാക്കാൻ അവശേഷിക്കുന്ന ഭാരത് മാതാ കോളേജ് കളക്ടറേറ്റ് റീച്ചും ഇൻഫോ പാർക്ക് ഇരുമ്പനം പുതിയ റോഡ് റീച്ചും HMD NAD ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡ് വികസനത്തിന് ആവശ്യമായ HMD ഭൂമി ലഭ്യമാക്കുന്നതിന് 16 കോടി 35 ലക്ഷം രൂപ ദേശസാൽകൃത ബാങ്കിൽ കെട്ടിവയ്ക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രസവാനന്തര ശുശ്രൂഷ ഉറപ്പാക്കുന്ന പരിചരണം സൂതിക പദ്ധതിക്ക് മണീട് ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല മരുന്ന് വിതരണോദ്ഘാടനവും സാംക്രമികേതര രോഗ ക്ലിനിക്, ആയുഷ് യോഗ ക്ലബ് 2ാം ബാച്ച് എന്നിവയുടെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് നിർവഹിച്ചു. സ്ത്രീകൾക്ക് ആരോഗ്യകരമായ പ്രസവാനന്തര പരിചരണങ്ങൾ നൽകി അമ്മയുടെയും കുഞ്ഞിന്റെയും മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂതിക പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ ഏഴിക്കര നാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെ വികസന പദ്ധതികളുടെ ഭാഗമായി 1.5 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഹോം സർവേ അഥവാ ഹൌസ് ഹോൾഡ് ഓറിയന്റഡ് മൈക്രോ പ്ലാനിംഗ് ഫോർ എംപവർമെന്റ് സർവേ ആരംഭിച്ചു. പട്ടികജാതിക്കാരായവരുടെയും കുടുംബങ്ങളുടെയും സമഗ്രമായ വിവരശേഖരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോം സർവേ നടത്തുന്നത്. പട്ടികജാതി സമൂഹത്തിന്റെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും സാമൂഹികവും സാംസ്കാരികവുമായ വികസന പുരോഗതിക്കായി വകുപ്പ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും സർവേ വഴി ലഭിക്കുന്ന വിവരങ്ങൾ സഹായകമാകും. വികസന മേഖലയിൽ പട്ടികജാതി സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെയും തടസ്സങ്ങളെയും തിരിച്ചറിയുന്നതിനും അതിനനുസരിച്ച് പദ്ധതികളും നയങ്ങളും രൂപം നൽകുവാനും ഇതിലൂടെ സാധിക്കും. 124 പട്ടികജാതി പ്രൊമോട്ടർമാർ, കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാർ, അക്രഡിറ്റഡ് എഞ്ചിനീയർമാർ, ഓവർസിയർ എന്നിവർ വഴിയാണ് 286ഓളം വരുന്ന വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്നത്. വിവരശേഖരണം നടത്തിയത് രാജ്യത്തെ ആദ്യ MH-60R ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ കൊച്ചിയിൽ നാവികസേനയുടെ INS ഗരുഡയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തു. ഇന്ത്യൻ നേവൽ സ്ക്വാഡ്രൺ 334 സീ ഹോക്സ് എന്ന പേരിലാണ് സ്ക്വാഡ്രൺ കമ്മീഷൻ ചെയ്തത്. നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പുതിയ ഹെലികോപ്റ്ററുകളെ ജലപീരങ്കി സല്യൂട്ട് നൽകി വരവേറ്റു. അത്യാധുനിക സെൻസറുകളും മറ്റും ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾ നാവികസേനയുടെ സമുദ്ര നിരീക്ഷണത്തിനും അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷിയും വർദ്ധിപ്പിക്കും. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കടൽക്കൊള്ള, കള്ളക്കടത്ത് തുടങ്ങിയ വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടുന്നതിനും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും മെഡിക്കൽ ഒഴിപ്പിക്കലുകൾക്കും ഹെലികോപ്റ്ററുകൾ പ്രയോജനപ്പെടുത്താനാകും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.